അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രിയാമ്പിൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആമുഖമാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഭരണഘടന, ഇന്ത്യയുടെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നീ മൂല്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു രാഷ്ട്രത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഇൻഫോംഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു സിറ്റിസണൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി 26 നവംബർ 1949 ഇത് വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് സെക്യുലർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് കമ്മിറ്റ് ചെയ്തു. ഇതിൽ പറയുന്നത് പ്രിയാമ്പിൾ നമ്മൾക്ക് പറയുന്നത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ജസ്റ്റിസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ തുല്യത, അതുപോലെ തന്നെ നീതി ഉറപ്പാക്കുക. ലിബർട്ടി, ചിന്തിക്കാനും പറയാനും, ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ദൈവത്തെ ആരാധിക്കണം അതിനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം. ഇക്വാളിറ്റി, എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം കൊടുക്കുക. ഫ്രറ്റേണിറ്റി, അതായത് യൂണിറ്റി, ഡിഗ്നിറ്റി, ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു നാഷനാക്കിയിട്ട് മാറ്റാം. ഇനി എഡ്യൂക്കേഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റോള്, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ ഇന്ത്യക്കാർക്ക് സ്വന്തം ഫ്യൂച്ചർ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗോൾസൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. ഇനി 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, അതുപോലെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ പറയുന്നത് എല്ലാവർക്കും തുല്യ അവകാശം, അത് ആർട്ടിക്കിൾ 14 to 18 പറയുന്നത്. ഇനി റൈറ്റ് ടു ഫ്രീഡം, അഭിപ്രായം പറയാനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് ആർട്ടിക്കിൾ 19 to 22 ആർട്ടിക്കിളിലാണ് പറയുന്നത്. ഇനി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, അതായത് ബാലവേലയൊക്കെ നിരോധിക്കുക, അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് 23 to 24 ആർട്ടിക്കിളിലാണ് പറയുന്നത്. ഇനി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഏത് റിലീജിയൻ ഫോളോ ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം, അത് ആർട്ടിക്കിൾ 25 to 28 ഇത് പറയുന്നത്. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അതായത് നമ്മുടെ കൾച്ചറും ലാംഗ്വേജും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ്, അത് ആർട്ടിക്കിൾ 29 to 30 ഇത് പറയുന്നത്. 6th one, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഏതെങ്കിലും അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോയിട്ട് പരാതി നൽകാം, അത് ആർട്ടിക്കിൾ 32 ആർട്ടിക്കിളിലാണ് ഇത് പറയുന്നത്. ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ മൈൽസ്റ്റോൺ, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും വന്നിട്ടുണ്ട്. അതായത് റൈറ്റ് ടു ചിൽഡ്രൻ ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, 6 to 14 വയസ്സുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അത് 2002 86 അമെൻമെൻറ്റ് ആർട്ടിക്കിൾ 21A ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഇതിനുള്ളത്. അതിലൊന്ന് ചിൽഡ്രൻ അബൈഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് നാഷണൽ സിംബൽസ്, ഭരണഘടന അനുസരിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ നാഷണൽ സിംബൽസൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക. ചെറിഷ് ഐഡിയൽസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ, ആദർശങ്ങളൊക്കെ പിന്തുടരുക. അപ്ഹോൾഡ് സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഈ സോവറിനിറ്റി, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി ഒക്കെ അപ്ഹോൾഡ് ചെയ്യുക. ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ്, രാജ്യസേവനം, അതുപോലെ തന്നെ രാജ്യരക്ഷാ പ്രവർത്തനത്തിലൊക്കെ സജ്ജരാവുക. പ്രൊമോട്ട് ഹാർമണി ആൻഡ് ബ്രദർഹുഡ്, സാഹോദര്യം വളർത്തിയെടുക്കുക. പിന്നെ പ്രിസർവ് കൾച്ചറൽ ഹെറിറ്റേജ്, രാജ്യത്തിൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കുക. പിന്നെ പ്രൊട്ടക്ട് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് ഹ്യൂമാനിസം, സയൻറ്റിഫിക് ടെമ്പറും ഹ്യൂമാനിസം ഒക്കെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ പബ്ലിക് പ്രോപ്പർട്ടി സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി. പിന്നെ സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ ഓൾ സ്ഫിയേഴ്സ്, എല്ലാ മേഖലകളിലും എക്സലൻസ് കാണിക്കുക. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി
ഇത് നേരത്തെ പറഞ്ഞത് തന്നെ, സിറ്റിസൺ മസ്റ്റ് പ്രിസർവ് കോമ്പോസിറ്റ്, അതായത് കൾച്ചറൽ ഹെറിറ്റേജ്, പ്രൊട്ടക്റ്റ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, സയൻറ്റിഫിക് ടെമ്പറും എൻക്വയറി ഒക്കെ ഡെവലപ്പ് ചെയ്യുക, പബ്ലിക് പ്രോപ്പർട്ടി സേഫ് ചെയ്യുക, പിന്നെ സ്ട്രൈവ് ഫോർ എക്സലൻസ്, പിന്നെ പാരൻസ് ഉറപ്പാക്കുക 6 to 14 വരെയുള്ള പിള്ളേർക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നല്ലൊരു സിറ്റിസനെ ഡെവലപ്പ് ചെയ്യാനും ഇതിലൂടെ നമ്മുടെ റൈറ്റ്സ് യൂസ് ചെയ്യാനും ഡ്യൂട്ടീസ് നിറവേറ്റാനും ഒക്കെ ഒരു നമ്മെ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പ്രിയാമ്പിളിൽ പറയണത്. അപ്പോൾ അതാണ് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം. താങ്ക് യു.